മതി. അമ്മ പൊട്ടട്ടെ, അങ്ങനെ പൊട്ടട്ടെ. അടുത്ത സോഡയും പൊട്ടട്ടെ. ഇനി സോഡ പൊട്ടൂല മോനെ. ഇതേ നല്ല ചൂണക്കുട്ടികൾക്കുള്ള കാർത്തേനിയുടെ സോഡയാ. കുടിക്കും മോളെ. ഇനി ഇവിടെ ചിലവന്മാരുടെ പത്തി ഒന്ന് താഴ്ത്തും. മോചനം. ഒരു കൊല തേങ്ങ ചെത്തിയിട്ടിട്ടാണോ നാടിന്റെ മോചനം? മോചിപ്പിക്കാൻ ഇവിടെ എന്താ എല്ലാരും തെങ്ങയിൽ കെട്ടിയിട്ടേക്കാണ്. ശരിയാ. സഖാവിനെന്താ ചായയോ കാപ്പി? ആ പോയവളുമാരുടെ ചോര അല്ല ചായ. ചായ മതി. കൃഷ്ണേട്ടാ അങ്ങോട്ട് വെച്ചേക്ക്. ഈ സ്ത്രീ ശാക്തീകരണം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇല്ല. എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാതെ തെങ്ങ് കയറാൻ പോവുക. എന്തായാലും എഴുത്തച്ഛനൊരു രാക്ഷസനാ. അത് തനിക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. അങ്ങേരൊരു ബുദ്ധിരാക്ഷസനാണെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. എന്ന് വെച്ചാ ഭാമയെ സ്ത്രീ നേതാവായി വളർത്തിക്കൊണ്ടുവരിക, അതിന്റെ തുടക്കാണല്ലോ ഈ തെങ്ങിക്കയറ്റം. അടുത്ത തെരഞ്ഞെടുപ്പിൽ അങ്ങേരുടെ പാർട്ടി സ്ഥാനാർത്ഥിയായി ഈ വാർഡിൽ ഭാമ നിർത്തിയ നിങ്ങളുടെ സിറ്റിംഗ് സീറ്റ് അവൾ അടിച്ചുകൊണ്ട് പോകും. ശരിയാ. പിന്നെ അങ്ങനെ വല്ലതും സംഭവിച്ചാൽ ഞാൻ ഈ കവലയിലെ അരയാലിന്റെ കൊമ്പിൽ കെട്ടി തൂങ്ങും. ആ ഭാഗത്തായി ഒരു മുഴുത്ത കമ്പുണ്ട്. അതിൽ കെട്ടി തൂങ്ങിയാൽ വീഴുമെന്ന് പേടിക്കണ്ട. ശരിയാ. നിനക്കൊക്കെ ഇപ്പൊ എന്നെ ഒരു പുച്ഛം. അത് ഇപ്പൊ മാത്രമല്ല, പണ്ടും. ശരിയാ. ദേ കളവാ, മിണ്ടാതെ ഒരിടത്തിരുന്നോളണം. എന്തു പറഞ്ഞാലും ഒരു ശരിയാ ശരിയാ അടിച്ച് പല്ല് തെറിപ്പിക്കാന്ന് വെച്ചാൽ വാക്കിയകത്തൊന്നും കാണുന്നുമില്ല. ശരിയാ. ഡാ, നീ ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു പോസ്റ്റിൽ കയറി ഒരു ബൾബ് സ്വന്തമായിട്ടൊന്ന് പ്രകാശിപ്പിക്കും. അപ്പം നിന്നെ ഞാൻ പ്രകാശാന്ന് വിളിക്കാം. അതുവരെ നിന്റെ ഓട്ടൊന്നും എനിക്ക് വേണ്ട. ഇരുട്ടെ അടിച്ചു നനച്ച് കുളിക്കുകയില്ല. പ്രകാശനും ഇരുട്ടും അമ്പടാ, അത് കൊള്ളാം. എന്ത് കൊള്ളാം? കള്ളന്റെ വല്ല തുമ്പും കിട്ടിയ പ്രകാശ. എന്ത് ഈ പരിപ്പോടെ അകത്തുനിന്ന്? അല്ല, ഉടനെ പിടിക്കുന്നുള്ള പ്രസിഡന്റ് പറഞ്ഞത്. ഓ പിന്നെ കള്ളൻ അയാളുടെ അടുക്കള കയറിയിരിക്കല്ലേ പെട്ടെന്ന് ഓടിക്കാൻ. ശരിയാ.